വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്നൊരു ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മുടെ ടേബിൾ ഡെക്കോറാക്കി സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടേബിൾ ഡെക്കോറ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു A4 ഷീറ്റ് പേപ്പറിൻ്റെ ഹാഫാണ് എടുത്തിട്ടുള്ളത്. ആ ഹാഫിനെ എടുത്ത് ഒന്ന് മടക്കി സ്ക്വയർ ഷേപ്പാക്കി കട്ട് ചെയ്തെടുക്കുക. സ്ക്വയർ ഷേപ്പാക്കി നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ക്രോസ് ബൈ ക്രോസ് ആയിട്ട് മടക്കുക. എന്നിട്ട് സെൻറ്ററിലോട്ട് മടക്കുക, വീണ്ടും മടക്കുക. പിന്നെ ഓപ്പോസിറ്റായിട്ട് ഇതേ ചെയ്ത പ്രക്രിയ ഓപ്പോസിറ്റായിട്ട് വീണ്ടും ചെയ്യുക. ക്രോസ് ബൈ ക്രോസ് ആയിട്ട് വീണ്ടും മടക്കുക. ദെൻ എൻ പോർഷനിൽ ഓരോ സ്ക്വയേഴ്സ് കിട്ടും. 4 കോർണേഴ്സിലും ആ സ്ക്വയേഴ്സിനെ കാണുന്ന പോലെ മടക്കി കൊടുക്കുക. ദെൻ തിരിച്ച് മടക്കുക. ദെൻ വീണ്ടും തിരിച്ച് വെച്ച് ഒന്നുകൂടെ മടക്കി കൊടുക്കുക. അപ്പോഴത്തേക്കും അവിടെ ഒരു സ്ക്വയർ ഫോം ആവും. ആ ഒരു സ്ക്വയർ ഷേപ്പിൽ വൈറ്റ് കളർ ഷീറ്റ് പേപ്പർ കട്ട് ചെയ്തെടുക്കണം. ആ ഒരു വൈറ്റ് കളർ ഷീറ്റ് പേപ്പർ അവിടെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഒന്ന് മടക്കി സെക്യൂർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ഇനി ഒരു 5 എണ്ണം കൂടെ വേണം. നമുക്ക് മൊത്തത്തിൽ 6 എണ്ണമാണ് വേണ്ടത്. ബാക്കി 5 എണ്ണം കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ദെൻ അതിനെ നമുക്ക് ഒന്ന് നല്ല രീതിയിൽ ഒട്ടിച്ചെടുക്കണം. ഗം ഉപയോഗിച്ച് നമുക്ക് ഒട്ടിക്കാം. ബട്ട് നമുക്കൊന്ന് പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിച്ചാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അതിന് വേണ്ടി കാൻഡിൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. നമുക്ക് ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഫുള്ളായിട്ടുള്ള മൊത്തത്തിൽ ഫുൾ 6ഉം ഒന്നിച്ച് ഒട്ടിച്ചെടുക്കുമ്പോൾ ടോട്ടലി ഒരു ഹെക്സഗൺ ഷേപ്പൊക്കെ കിട്ടും. ആ ഒരു ഷേപ്പിൽ പെട്ടെന്ന് തന്നെ ഒട്ടിച്ചെടുക്കാം. ഈ ഡെക്കോർ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ടേബിളിൽ നമ്മുടെ പെൻസിൽ എല്ലാം ഇട്ട് നല്ല സെറ്റാക്കി വയ്ക്കാൻ ഉപയോഗിക്കുന്ന നല്ല രീതിയിലുള്ള ഒരു ടേബിൾ ഡെക്കോറാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ദെൻ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഒരു പോർഷൻ നമുക്ക് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കാർഡ്ബോർഡ് ഷീറ്റ് എടുക്കാം. കാർഡ്ബോർഡ് ഷീറ്റിൽ നമുക്ക് ഇതേ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുത്ത് കുറച്ചൊന്ന് എക്സസ് ആക്കി വെച്ച് കട്ട് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ദെൻ നമുക്ക് നേരത്തെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചത് കൊണ്ട് നമുക്കിപ്പോൾ ഒന്ന് ഫെവിക്കോൾ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. ആ എൻ പോർഷനിൽ ഒന്ന് ഗം തേച്ച് നമുക്കത് ഒട്ടിച്ചെടുക്കാം. എൻ പോർഷനിൽ ഗം ഒട്ടിച്ചു, നമുക്ക് ഒട്ടിച്ചെടുത്തു. ദെൻ നമുക്കിതിൽ ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ ഇട്ട് കാണിച്ചു തരാം. പെൻസിൽ ഇങ്ങനെയൊക്കെ. നമുക്കിതിനെ വലിപ്പം കൂട്ടിയും വലിപ്പം കുറച്ചും ചെയ്യാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. ഇതിപ്പോൾ ഒരു മീഡിയം റേഞ്ച്, ഒരു മീഡിയം സൈസിൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.